ഹായ് ഹലോ വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പോളയായിട്ടാണ്. നമ്മൾ ചിക്കൻ കറി അതുപോലെ ബീഫ് കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിന് ആവശ്യത്തിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്കാണ് ഈ മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നത്. കൂടെ 2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറി വെക്കുമ്പോൾ ഒരു ഗ്രേവി മാറ്റിയിട്ട് കുറച്ച് പീസസ് ചെറിയ ചെറിയ പീസസ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുത്തിട്ട് 1 കപ്പോളം എടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനാണ് ഈ 2 മുട്ട കേട്ടോ. 1 കപ്പ് ചിക്കനിലേക്കാണ് 2 മുട്ട ആവശ്യം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അത് പൊട്ടിച്ച് ഒഴിച്ചു. ഇനി 2 അല്ലി വെളുത്തുള്ളി. അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓയിലാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴികെ ഫ്ലേവേർഡ് അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലും ചേർത്ത് കൊടുത്തു. ഇനി മൈദയാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 മുട്ടയിലേക്ക് 1.25 കപ്പ് വരെ മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തത് അല്പം ഉപ്പും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മളുടെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ബേക്കിംഗ് പൗഡർ 1 പിഞ്ച് മാത്രം മതി കേട്ടോ. കണ്ടില്ല, ഇത്ര മാത്രം മതി. അപ്പോൾ അതും എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇനി പിന്നേക്ക് വെക്കേണ്ട, ഇപ്പോൾ തന്നെ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ടോളൂ. അപ്പോൾ അതും ചേർത്തു. ഇനി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം യോജിച്ച് അടിച്ചെടുക്കാനായിട്ട് 1/2 കപ്പോളം പാലും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരട്ടെ, എന്നിട്ട് കാണാം കേട്ടോ എങ്ങനെ ഇരിക്കണേന്ന്. ഏകദേശം ഒരു മിനിറ്റൊക്കെ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. എല്ലാം യോജിച്ച് കിട്ടും. കണ്ടോ, ഇതുപോലെ ആയിട്ട് കിട്ടും. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുമ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടി ലൂസായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ദാ നമ്മൾ അടിച്ചെടുത്ത മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒരു പാനോ കടായിയോ അതിലേക്കാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം മുന്നേ ഒന്ന് ചൂടാക്കിയിട്ട് നെയ്യോ ബട്ടറോ എന്തായാലും കുഴപ്പമില്ല, അതൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ച് ചുറ്റിച്ചെടുക്കുക. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാന്ന് പറയില്ല, അതുതന്നെയാണ് സംഭവം. എന്നിട്ട് ഇതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ നമ്മളുടെ ഈ പാനിനെടുത്തിട്ട് ഒരു ദോശത്തവയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അലുമിനിയം പാത്രമൊക്കെ ഒന്ന് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചതിന് ശേഷം മുകളിലേക്കായിട്ട് ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊക്കെ ചിക്കൻ്റെ പീസസ് ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മൾ കറിയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തലേ ദിവസം കറി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്കൊക്കെ ആകുമ്പോൾ കുറച്ചിങ്ങനെ തിക്കായിട്ടിരിക്കുമല്ലോ, ആ ഒരു പാകം കറക്റ്റാണ്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക കറിവേപ്പിലയോ ഇല്ലെങ്കിൽ മല്ലിയില അതൊക്കെ നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇത് മാത്രം മതി. പിന്നെ തക്കാളിയോ സവോള ചെറുതാക്കി കട്ട് ചെയ്തു അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല, ഇത് മാത്രമേ ചെയ്യണുള്ളൂ. കുറച്ച് മല്ലിയില തൂവി കൊടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ എന്താ പറയുക, ഇതുപോലെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ഒരു ദോശത്തവ അല്ലെങ്കിൽ അലുമിനിയം പാത്രം അതിൻ്റെ മുകളിലേക്ക് നല്ല എന്താ പറയുക നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് കയറ്റി വെക്കുക. നമ്മളുടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ പാത്രം കയറ്റി വെക്കുക. ഇനി നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മതി. കറക്റ്റ് 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഓൾറെഡി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് ഇത് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടി കരിയാം, പക്ഷെ ഉള്ളു വേവില്ല. അതാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക ആ ഒരു കാര്യം. ഇനി നമ്മൾ ഇടയ്ക്ക് ആ ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയണ സമയത്ത് നമ്മൾ തുറന്നിട്ട് ഒരു ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ടൂത്ത് പിക്ക് ക്ലീനായിട്ട് വരികയാണെങ്കിൽ അതായി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയപ്പോൾ ഉള്ളു വെന്തിട്ടില്ല, ഇത് പറയാൻ പറ്റില്ല. പല സ്റ്റൗവിനും പല ചൂടായിരിക്കും. അതുകൊണ്ടാണ് ആ പകുതി നമ്മൾ വെച്ചതിൻ്റെ പകുതി നേരമാകുമ്പോൾ ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ കറക്റ്റ് ആയത്. അപ്പോൾ ഇനി സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യുക. അപ്പോൾ നടുവിലൊന്നും ഇങ്ങനെ പൊന്തിയിട്ട് നമ്മൾ കേക്കൊക്കെ ക്രാക്ക് ആവില്ല, അതുപോലെ തന്നെ വന്നിട്ടുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് കറക്റ്റായിട്ട് ആയി എന്ന് തന്നെയാണ്. സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് സ്പൂണിൻ്റെ ബാക്ക് സൈഡൊക്കെ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ക്ലീനായിട്ട് വന്നാലാണ് ഇതായി എന്നർത്ഥം. അപ്പോൾ ഇത് ഇനി ചൂടാറിയതിന് ശേഷം ഈ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ കറി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതും. അപ്പോൾ സുഖമല്ല. ഇനി ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ചിക്കൻ കറിയൊക്കെ ബാക്കി വരില്ല, എന്നാലും കുറച്ചെടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നോമ്പ് തുറക്കാനായാലും ഈ ഒരു ഐറ്റം നല്ല തന്നെയാണ്. അതുപോലെ തന്നെ ഒരു സ്നാക്ക് കഴിക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ളൊരു പോള തന്നെയാണ് കേട്ടോ. നമ്മൾ പലതരം സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെച്ച്, ചിക്കൻ കറി എന്നല്ല, എന്ത് നോൺ വെജ് മീൻ ഇഷ്ടമുള്ളവർക്ക് മീൻ വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ മുട്ട, നമ്മൾ പോള ഉണ്ടാക്കണം അതേ സംഭവം തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ കറി വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി എൻ്റെ ഉൾഭാഗം കൂടിയും കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ കണ്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ റെസിപ്പീസായിട്ട് വേഗം തന്നെ വരാം. ടാറ്റാ, താങ്ക് യു.